നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ശ്രീമദ് ശങ്കരാചാര്യർ രചിച്ച ശിവമാനസ പൂജയിലെ അവസാനത്തെ ശ്ലോകം ശിവരാത്രി വ്രതപൂജയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. പവിത്രമായ പൂജാദ്രവ്യങ്ങളെല്ലാം കാഴ്ചവെച്ച് മാനസ പൂജ ചെയ്ത ശേഷം കുട, 2 വെൺചാമരം, വിശറി, നിർമ്മലമായ കണ്ണാടി, വീണ, ഭേരി, മൃദംഗം, കുഴൽ ഇവയോടുകൂടിയ ഗീതം, അതേ വിധമുള്ള നൃത്യം, സാഷ്ടാംഗ നമസ്കാരം ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതായി ഭാവന ചെയ്ത് മാനസപൂജ ചെയ്യണം. അല്ലയോ ശംഭോ, അങ്ങ് ആത്മാവും പാർവതീദേവി ബുദ്ധിയും അവിടുത്തെ സഹചരന്മാർ പ്രാണവായുക്കളും അവിടുത്തെ മന്ദിരം ശരീരവുമാകുന്നു. വിഷയസുഖാനുഭവങ്ങൾ പൂജയും നിദ്ര സമാധിയും പാദസഞ്ചാരം പ്രദക്ഷിണ കർമ്മവും വാക്കുകൾ സ്തോത്രങ്ങളുമാണ് എന്നുവേണ്ട ഇപ്രകാരം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവിടുത്തെ ആരാധനയാകുന്നു. കൈകാലുകൾ കൊണ്ട് ചെയ്യപ്പെട്ടതോ വാക്ക്, ദേഹം, പ്രവൃത്തി എന്നിവ കൊണ്ട് സംഭവിച്ചതോ ചെവി, കണ്ണ്, മനസ്സ് ഇവ കൊണ്ട് ചെയ്തു പോയതോ ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തും സംഭവിച്ചു പോയതോ ആയ എൻ്റെ അപരാധങ്ങളെല്ലാം കരുണാനിധിയായ പരമേശ്വര അവിടുന്ന് പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിച്ച് ശിവരാത്രിയിൽ ശിവമാനസ പൂജ ചെയ്യാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കാഹർനിശമനുചിന്ത്യ സംസാരാസാരത നതു പ്രമദ കാ പ്രേയസി വിധേയാ കരുണാദീനേഷു സജ്ജനേ മൈത്രീ കാഹർനിശമനുചിന്ത്യ സംസാര അസാരത നതു പ്രമദ കാ പ്രേയസി വിധേയാ കരുണാദീനേഷു സജ്ജനേ മൈത്രീ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശങ്കരാചാര്യർ സ്വാമികൾ രചിച്ച പ്രശ്നോത്തര രത്നമാലികയിലെ 16ാമത്തെ ശ്ലോകത്തിലെ ചോദ്യമാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. ആരെയാണ് പ്രിയതമയായി സ്വീകരിക്കേണ്ടത് എന്നാണ് ചോദ്യം. ദീനന്മാരിൽ കരുണയും സജ്ജനങ്ങളിൽ മിത്രതയുമാണ് സ്വീകരിക്കേണ്ട പ്രിയതമയെന്ന് ആചാര്യൻ്റെ ഉത്തരം. ഇതിനെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് ശങ്കര സ്തോത്രാമൃതത്തിൽ ഇന്ന് കേൾക്കാം. ഗുരുർബ്രഹ്മാ
ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 15-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിച്ചത്. അതിലൊടുവിൽ 42-ാമത്തെ ചോദ്യമായിട്ട് വന്നു, ക്വ കാര്യ അവധീരണ, അവജ്ഞ അഥവാ അവഗണന എവിടെയാണ് ചെയ്യേണ്ടത്? ഇവിടെ അവജ്ഞ എന്ന് പറയുമ്പോൾ അപമാനിക്കുക എന്നുള്ള അർത്ഥം ഒരിക്കലും എടുക്കരുത്. പരിഗണിക്കാതിരിക്കുക. ഒന്ന്, ഇതെൻ്റെതാണ്, ഇതെനിക്കുള്ളതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഭാവം ഇല്ലാതിരിക്കുക, അതാണ് അവജ്ഞ. വന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. തീർത്തും ഉപേക്ഷാഭാവമാണ്. അല്ലാതെ അപമാനിക്കുക എന്നുള്ള അർത്ഥം അവജ്ഞയ്ക്ക് എടുക്കരുത്. അപ്പം അവജ്ഞ, ഉപേക്ഷ, അവഗണന എവിടെയാണ് ചെയ്യേണ്ടത്? മറുപടി, ഖല പരയോഷിത് പരധനേഷു. ആദ്യം പറയുന്നത് ഖലന്മാരിൽ. ഖലൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ, ദുഷ്ടജനങ്ങൾ. ദുഷ്ടജനങ്ങളെ നമ്മൾ എതിർക്കാൻ പോകേണ്ടതില്ല, അവരോടൊട്ട് അനുകൂലത്തിന് പോകേണ്ടതുമില്ല. അവരായി അവരെ പാടായി. അവരെ നമ്മൾ പരിഗണിച്ചാലും അപകടമാണ്, അവരെ നമ്മൾ എതിർത്താലും അപകടമാണ്. അതുകൊണ്ട് ദുഷ്ടജനങ്ങളിൽ എപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് അവഗണനയുടെ മനോഭാവമാണ്. അവരെ പരിഗണിക്കാനോ അവരെ എതിർക്കാനോ പോകരുത്. രണ്ടാമത് പറയുന്നത് പരയോഷിത്താണ്, പരസ്ത്രീകൾ. അവിടെ നേരത്തെ നമ്മൾ പല പ്രാവശ്യം കണ്ടു, പുരുഷനായ ശിഷ്യനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നത്. സ്ത്രീയായ ശിഷ്യനോട് ഉപദേശിക്കുന്ന സമയത്ത് പുരുഷനെ സംബന്ധിച്ച് പറയണം. അപ്പോൾ പരസ്ത്രീകളെ അവഗണിക്കണം, അവരുടെ പിന്നാലെ പോവുക, അവരെ പ്രത്യേകിച്ച് നിന്ദിക്കാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ രണ്ടിനും പോകരുത്. അവരിൽ ഉപേക്ഷാ മനോഭാവമാണ് വേണ്ടത്. ഇത് പരപുരുഷൻ എന്ന് തിരുത്തി പറയണം സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത്. അതുപോലെ പരധനം. മറ്റുള്ളവർക്ക് ധാരാളം സമ്പത്തുകൾ പലതും ഉണ്ടാവും, അത് അവർക്ക് കൊള്ളാം. നാം അതിനെ പരിഗണിക്കാനോ അതിനെ എതിർക്കാനോ ഒന്നും പോണ്ട, നിന്ദിക്കാനും പോണ്ട, വന്ദിക്കാനും പോണ്ട. ധനികർക്ക് ധാരാളം ധനം ഉണ്ടാവും, അതവിടെ ഇരിക്കട്ടെ, നമുക്കെന്ത് വേണം? അപ്പോൾ മറ്റുള്ളവരുടെ ധനം, മറ്റ് സ്ത്രീകൾ അഥവാ പുരുഷന്മാർ, ദുഷ്ടന്മാർ, ഇവരിലൊക്കെ തന്നെ നമുക്ക് എതിർപ്പോ അപേക്ഷയോ രണ്ടുമില്ലാത്ത സമീപനമാണ് ജീവിതത്തിൽ വേണ്ടത്. വന്ദിക്കാനോ നിന്ദിക്കാനോ പോകരുത്. തീർത്തും അവധീരണ, അവഗണന, അവജ്ഞ, ഇതാണ് ചെയ്യേണ്ടത്. കാഹർനിശമനുചിന്യ സംസാരാസാരതാനതു പ്രമദ കാ പ്രേയസീ വിധേയ കരുണാദീനേഷു സജ്ജനേ മൈത്രീ. കാഹർനിശമനുചിന്യ സംസാരാസാരതാനതു പ്രമദ കാ പ്രേയസീ വിധേയ കരുണാദീനേഷു സജ്ജനേ മൈത്രീ. കാ അഹർനിശം അനുചിന്യ. ഇതാണ് ചോദ്യം. 43-ാമത്തെ ചോദ്യമാണ്. അഹർനിശം രാപ്പകൽ ഒരുപോലെ, രാവും പകലും ഒരുപോലെ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും. കാ അനുചിന്യ. ആരാണ് നിരന്തരം ചിന്തിക്കപ്പെടേണ്ടവൾ? ആരെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം ആലോചിക്കേണ്ടത്? ഇവിടെ ആരെക്കുറിച്ച് എന്നുള്ളത് എന്ത് എന്നർത്ഥം എടുക്കാം. എന്താണ് എപ്പോഴും ആലോചിക്കേണ്ടത്? എപ്പോഴും എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? ഇതാണ് ചോദ്യം. മറുപടി, സംസാര അസാരത നതു പ്രമദ. സംസാരത്തിൻ്റെ അസാരതയാണ് എപ്പോഴും വിചാരം ചെയ്യേണ്ടത്. ഈ സംസാരത്തിൻ്റെ അസാരത,
സാരമില്ലായ്മ. സംസാരം സൃ കുട്ടിലായാം ഗതൗ അല്ലെങ്കിൽ സൃ ഗതൗ, ഈ ധാതുക്കളിൽ നിന്നാണ് സംസാര ശബ്ദം സിദ്ധമാവുന്നത്. അപ്പോൾ കുടിലഗതിയോട് കൂടിയത് അഥവാ നിരന്തര ഗതിയോട് കൂടിയത്, അതാണ് സംസാരം. ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്ന ചാക്രിക ഗതിയിലുള്ള പോക്ക്, കർമ്മബദ്ധരായി അജ്ഞാനബദ്ധരായിട്ടുള്ള ജീവൻ്റെ നിരന്തരമായ ജനന മരണങ്ങൾ. എന്നാൽ സംസാരം എന്നുള്ള ശബ്ദത്തിൽ സംസാരം നല്ലതുപോലെ സാരമുള്ളതെന്നാണല്ലോ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഇതിലെന്തൊക്കെയോ ഒരു സാരമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് അസാരമാണ്, സാരമില്ലാത്തതാണ്. ഈ വിഷയം നേരത്തെ നമ്മൾ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. കദളീസ്തംഭവത് അസാരഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാഴയുടെ സ്തംഭം പോലെ അസാരമാണ്. അത് കാണ്ഡം വളരെ വലുതായിട്ട് കാണപ്പെടുന്നു. ഓരോ പോള പൊളിക്കുമ്പോഴും അടുത്ത പോള പൊളിക്കപ്പെടേണ്ടതായിട്ട് കാണും. അത് പൊളിക്കുമ്പോൾ അടുത്ത പോള, അങ്ങനെ ഒന്നൊന്നായി പൊളിച്ചു കഴിഞ്ഞാലോ അവസാനം ഒന്നുമില്ല. ഇതുപോലെ കെട്ടിപ്പൊതിഞ്ഞ് പൊക്കി വെച്ചിരിക്കുന്ന ഈ സംസാരം എന്തെല്ലാമോ ആകർഷണീയമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പരിശോധിക്കുമ്പോൾ അസാരമാണെന്ന് മനസ്സിലാവും. ഈ സംസാരത്തിൻ്റെ അസാരത, എൻ്റെ നിൻ്റെ ബന്ധുത്വം ശത്രുത്വം ഇങ്ങനെയെല്ലാമുള്ള ഈ സംസാരാന്തർഗതമായിരിക്കുന്ന വിഷയങ്ങളുടെ അസാരത, അതാണ് എപ്പോഴും വിചാരം ചെയ്യേണ്ടത്. അത് അനുചിന്യ, നിരന്തരം ചിന്തിക്കപ്പെടേണ്ടതാകുന്നു. നതു പ്രമദ, അല്ലാതെ പ്രമദയല്ല ചിന്തിക്കപ്പെടേണ്ടത്. പ്രകർഷേണ മതത്തെ ചെയ്യുന്നവൾ, പ്രകർഷേണ മതത്തെ നൽകുന്നവൾ എന്നൊക്കെയാണ് പ്രമദ എന്നുള്ളതിനർത്ഥം. സുന്ദരി എന്ന് അനുവാദം. ഇപ്പോൾ സുന്ദരികളായ സ്ത്രീകളല്ല അനുചിന്യകൾ, മറിച്ച് സംസാരത്തിൻ്റെ അസാരതയാണ് അനുചിന്യ എന്ന് പറയുക ചെയ്യണത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇത്രയും നേരം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യം ശുകബ്രഹ്മർഷിയോടുള്ള ചോദ്യമായിരുന്നു. അടുത്ത സൂതൻ പറയുകയാണ്, ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസഹി സ ഭഗവാനത വിഷ്ണുരാദം പ്രത്യർച്ച കൃഷ്ണചരിതം കലികൽമഷഗ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. പറയുകയാണ്, ഏ ഭൃഗുനന്ദന ശൗനക ഏവ ഇപ്രകാരം സാധുവാദം, സാധുവായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ചോദ്യത്തെ നിശമ്യ കേട്ടിട്ട് ഭാഗവത പ്രധാന, ഭക്തന്മാരിൽ മുഖ്യവനും ഭാഗവതന്മാരിൽ വെച്ച് പ്രധാനനും ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണനും ആയ വയ്യാസഹി ശുക ബ്രഹ്മർഷി, ആ ശുകബ്രഹ്മർഷി അഥ പിന്നെ വിഷ്ണുരാധം പരീക്ഷത്തിനെ പ്രത്യർച്ച പ്രതിപൂജിച്ചിട്ട് കലികൽമഷഗ്നം കലിദോഷത്തെ സംഹരിക്കുന്ന കൃഷ്ണചരിതം ശ്രീകൃഷ്ണചരിത്രത്തെ വ്യാഹൃത്വം പറയുവാനായിക്കൊണ്ട് ശുകബ്രഹ്മർഷി ആരംഭിച്ചെന്ന് സൂതൻ പറയുകയാണ്. സമ്യക് ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജർഷിസത്തമ വാസുദേവകഥായാം ദേ യജ്ഞാദാനൈഷ്ടകീരതി. ഇവിടെ പറയാണ്, രാജർഷി ശ്രേഷ്ഠ, പ്രജകളെയൊക്കെ സ്വപുത്രന്മാരെ പോലെയൊക്കെ പരിപാലിക്കുന്ന ആളെയാണ് രാജാവ് എന്ന് പറയുന്നെങ്കിൽ, ഇവിടെ വൈദിക കർമ്മത്തെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന ആളെയാണ് രാജർഷി എന്ന് പറയുന്നത്. അങ്ങനെ നിത്യകർമ്മങ്ങളും വൈദിക കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നവരെ രാജർഷി എന്ന് പറയുന്നു. അങ്ങനെ രാജർഷി ശ്രേഷ്ഠ, അല്ലയോ നല്ല വിഷയത്തിൽ പ്രവർത്തിച്ച് വസുദേവകഥ തന്നെയാണ് കേൾക്കേണ്ടതെന്നുള്ള ബുദ്ധിയോടുകൂടിയിരിക്കുന്ന രാജർഷി ശ്രേഷ്ഠ, തവ അങ്ങയുടെ ബുദ്ധി സമ്യക് വ്യവസ്ഥിത, നല്ല നിശ്ചയത്തോടു കൂടിയാണ് ഭവിച്ചിരിക്കുന്നത്. അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, അങ്ങയുടെ ബുദ്ധി
വേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സമ്യഗ്ധിയാണ്, നല്ല ബുദ്ധിയാണ്. നല്ല ബുദ്ധി എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നമുക്കുണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഭാഗവതം എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് സമ്യഗ്ധിക്കാണ്, നല്ല ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ നല്ല ബുദ്ധി നമ്മുടെ പ്രയത്നം കൊണ്ടേ ആകുള്ളൂ. ശീലങ്ങൾ കൊണ്ട് പല വഴിക്കോട്ട് പല രീതിയിൽ പോയിപ്പെട്ട ബുദ്ധിയെ നല്ല ശീലങ്ങൾ പകർത്തിയെടുത്ത് സ്വയം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതാണ് സമ്യഗ്ധി എന്ന് പറയുന്നത്. അത് കുറേ കാര്യങ്ങളിങ്ങനെ അനുഷ്ഠിച്ച് വന്നെങ്കിൽ മാത്രമേ ആ സമ്യഗ്ധി ആകുകയുള്ളൂ. അത് നിശ്ചയത്തോടു കൂടിയാണ് ഭവിച്ചെങ്കിൽ യത് യാതൊന്നു ഹേതുവാൽ വസുദേവകഥായാം, വസുദേവൻ്റെ കഥയിൽ തേ അങ്ങയ്ക്ക് നൈഷ്ഠികി നിഷ്ഠയോടുകൂടിയ രതി പ്രീതി ജാഥ ഉണ്ടായി. വസുദേവൻ്റെ കഥയിലാണ് അങ്ങയ്ക്ക് നിഷ്ഠ ഉണ്ടായിരിക്കുന്നത്. വസുദേവ കഥ കേൾക്കണമെന്നുള്ള ആഗ്രഹമാണ് അങ്ങയിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സർവശ്രേഷ്ഠമാണ്, അത് ഈശ്വരാനുഗ്രഹമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഭാഗവതം പഠിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ഈശ്വരൻ്റെ കടാക്ഷമാണ്, ഈശ്വരാനുഗ്രഹമാണ്. ആ ഭഗവാനോട് പറയുക, നമ്മൾ ഈ പഠിച്ചതൊന്നും കേൾക്കുന്നതൊന്നും മറന്നു പോകാതിരിക്കട്ടെ. ഇതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും എല്ലാ പ്രതിസന്ധികളിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് പ്രകാശവത്തായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഉചിതമായ കർമ്മം. പിന്നെ പറയാണ്, വാസുദേവ കഥാപ്രശന പുരുഷാൻ സ്ത്രീൻ പുനാദിഹി ഭക്താരം പൃച്ഛകം ശ്രോതും തത്പാദ സലിലം യഥ. വാസുദേവ കഥാപ്രശ്ന, വാസുദേവ കഥയെക്കുറിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം. സാധാരണ മലയാളത്തിൽ പ്രശ്നമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ചോദ്യം. തത്പാദ സലിലം, ഭഗവാന്റെ പാദത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ, ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഗംഗാജലത്തെയാണ് തത്പാദ സലിലം. സലിലം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അപ്പോൾ ഭഗവാന്റെ പാദത്തിൽ നിന്ന് വരുന്ന ജലമേതാണ്? ഗംഗാ, പുണ്യവതിയായിരിക്കുന്ന ഗംഗാ നദിയാണ്. വക്താരം, പറയുന്നവനും. എങ്ങനെയാണോ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നിന്ന് സർവരുടെയും ശുദ്ധിക്കും സർവരുടെയും അനുഗ്രഹത്തിനും വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗാനദിയെപ്പോലെ പറയുന്നവനും പൃച്ഛകം, ചോദിക്കുന്നവനും ശ്രോതൂൻ, കേൾക്കുന്നവനും ആയ ത്രീൻ പുരുഷാൻ, 3 വിധക്കാരായ പുരുഷന്മാരെ പുനരതി ശുദ്ധീകരിക്കുന്നു. ഏത്? ഹി നിശ്ചയം, ഈ കഥ. പറയുന്നവനെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ തന്നെ കേൾക്കുന്നവനെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഇത് ചോദിക്കുന്നവനെയും ശുദ്ധീകരിക്കുന്നു. ചോദിക്കുക, പറയുക, കേൾക്കുക, 3 വിധത്തിലുള്ള ആളുകളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഈ ഭഗവത് കഥ. അപ്പോൾ ശുദ്ധീകരണത്തിനായിട്ട് മറ്റൊരു വഴി തേടേണ്ട, വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈ ഭഗവത് കഥ കേൾക്കുക, അല്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പറയുക. ഇതിത്രയും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഉത്തമമാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. भैरवानादं सिद्धिभिन्दिवादनासीनं जाहनं शूलैः प्रह्लादं सर्वमर्मसु
പരേ ബ്രഹ്മണ്യ നിർദ്ദേശേ ഭഗവത് ഖിലാത്മനെ യുക്ത ആത്മന്യഫല ആസന്ന പുണ്യ സേവസൽക്രിയാ പ്രയാസേ ഭഗവതേ തസ്മിൻ ദൈത്യേന്ദ്ര പരിശംകിത ചകാര തദ്വധോപായാൻ നിർബന്ധേ ഭയോമരാം നൂനമേത വിരോധേന മൃത്യുർമേ ഭവിതാ നവാ ഇതി തം ചിന്തയാ കിഞ്ചിന്നമളാന ശ്രീമഥോമുഖം ഷണ്ടാമർക്കോ ശനസോ വിവിക്ത ഇതി സമുക്തസംഗൈനിഷിതോപവർഗം ദഹ്യച്യുതം പ്രേതയതോ വ്യക്തമായാസോസുരാത്മജാൻ ഗോത്രാൽ സർവഭൂതാനം സിദ്ധസ്ത്വാനിധാം സർവദാ. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. കണ്ണന്റെ കമനീയ രൂപമൻ മനസ്സിൻ കഥകളി മുറ്റത്ത് നടനമാടി. കണ്ണൻ കഥകളി മുറ്റത്ത് നടനമാടി. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. എരുവയിലപ്പൻ്റെ തിരുമുറ്റ കൽവിളക്കിൽ നെയ്വിളക്കേറ്റി ഞാൻ ഭജിച്ചിടുമ്പോൾ. എരുവയിലപ്പൻ്റെ തിരുമുറ്റ കൽവിളക്കിൽ നെയ്വിളക്കേറ്റി ഞാൻ ഭജിച്ചിടുമ്പോൾ. നിർമാല്യവും കണ്ട് അഭിഷേകവും കണ്ട് മുഴുക്കാപ്പു കണ്ടു ഞാൻ ധന്യനായി. നിർമാല്യവും കണ്ട് അഭിഷേകവും കണ്ട് മുഴുക്കാപ്പു കണ്ടു ഞാൻ